ഡിജിറ്റൽ യുഗത്തിലെ പേരന്റിംഗ് എന്ന വിഷയത്തിലാണ് ഇന്നത്തെ ഫാമിലി ഡോക്ടർ സംസാരിക്കുന്നത്. കൊച്ചി VPS ലേക്ഷർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് നിയോ നാറ്റോളജിസ്റ്റ് ഡോക്ടർ ശ്രുതി സുധാകരനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ. നമ്മുടെ ഒരു ടൈമിൽ നമ്മൾ വളർന്ന പോലെയല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പം നമ്മുടെ ടൈമിൽ നമുക്ക് ഇത്രയും ഒരു സോഷ്യൽ മീഡിയ അതൊന്നുമില്ല. നമുക്ക് ഇതേപോലത്തെ ആൻഡ്രോയിഡ് ഫോൺസോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആക്സസ് ഇല്ല. നമ്മൾ പുറത്തൊക്കെ കളിച്ച് ആൾക്കാരുടെ നമ്മൾ ഫ്രണ്ട്സ് നമ്മളായിട്ട് ഉണ്ടാക്കി അവരുടെ കണക്ഷൻസ് നമ്മൾ കളിക്കാൻ പോയിട്ടും ഒക്കെ ഉണ്ടാക്കുന്നതാണ്. ദേ ആർ ആദ്യം തന്നെ ഒരു 6 months ആവുമ്പോൾ അല്ലെങ്കിൽ 1 year ആവുമ്പോൾ തന്നെ അവർ ഫോണിൽ എക്സ്പോഷർ ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് അതിലേക്ക് അവർ വരുന്ന. അപ്പോൾ അതിൻ്റെ വലിയൊരു ഇൻഫ്ലുവൻസ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്ക് റിയാലിറ്റി ഏതാന്ന് തന്നെ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമ്മുടെ പേരൻറ്റിങ് തന്നെ കുഞ്ഞുങ്ങൾക്കും അതേപോലെ തന്നെ ആവണമെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കൽ. ബിക്കോസ് ആ ഒരു ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ പേരൻസ് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ടല്ല നമ്മുടെ ഗ്രാൻഡ് പേരൻസ് നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കുക. ഒരു ബിഗ് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന പോലെ അവർ നമ്മുടെ കുഞ്ഞുങ്ങളെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കില്ല. കുറച്ച് ആ ഒരു ലവ് ആൻഡ് കെയർ ഇത്തിരി ഒന്ന് കൂടും, ഒരു അഫെക്ഷൻ ഇത്തിരി ഒന്ന് കൂടും. അപ്പോൾ ചില കാര്യങ്ങൾ അവർ ഒന്ന് കണ്ണടയ്ക്കും. അപ്പോൾ അങ്ങനെയാണ് മെജോറിറ്റി ഓഫ് ഗ്രാൻഡ് പേരൻസ്. പക്ഷെ അപ്പോൾ ഈ കുട്ടികൾ ഓൾ ചിൽഡ്രൻ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ അത് അവർക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവർ ഗ്രാൻഡ് പേരൻസിനോടായിരിക്കും കൂടുതൽ അവർ പോയി കാര്യങ്ങളും പറയുന്നതും ഓരോ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതും. അപ്പോൾ നമ്മൾ നമുക്കൊരു കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരോടൊരു ക്ലോസ് ബോണ്ട് ഇപ്പോൾ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ആ കുഞ്ഞിനോട് വേണം. ബിക്കോസ് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അച്ഛനും അമ്മയാണ് ഏറ്റവും ഫസ്റ്റ് പ്രൈമറി കെയർ ഗിവേഴ്സ് അവരായിരിക്കണം എപ്പോഴും. അപ്പോൾ അവരില്ലാത്തൊരു ഇതാണെങ്കിൽ മാത്രമാണ് ഗ്രാൻഡ് പേരൻസ് ആ റോൾ ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ശരിയുള്ള സ്ഥലത്ത് അവർ ശരി പറഞ്ഞു കൊടുക്കണം, തെറ്റുള്ള സ്ഥലത്ത് തെറ്റ് പറഞ്ഞു കൊടുക്കണം. അത് തിരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ എപ്പോഴും അടിച്ചിട്ട് വളർത്തണം എന്നൊന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈ ഫോഴ്സ് ഓർ ബൈ ഫിസിക്കലി അവരെ വേദനിപ്പിച്ചിട്ടല്ല അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്. അതൊരു തെറ്റിദ്ധാരണയാണ്. ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി അത് മാറ്റാൻ നമ്മൾ നോക്കണം. ഒന്നും ഇപ്പോൾ നടന്നില്ല പിന്നെ അടിയും അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫാമിലി ഡോക്ടർ സപ്പോർട്ടഡ് ബൈ VPS ലേക്ഷർ.